അവൻ വന്നുകൊണ്ടിരിക്കുകയാണ്. അവൾ ഇന്നലെ വന്നിരുന്നോ? അവൻ വന്നിട്ടുണ്ട്. നീ എപ്പോഴാണ് വന്നത്? ഞാൻ എല്ലാ ഞായറാഴ്ചയും ഇവിടെ വരാറുണ്ട്. നീ എൻ്റെ കൂടെ വരുന്നുണ്ടോ? ഇങ്ങനെയുള്ള സെന്റൻസുകൾ നമ്മൾ എപ്പോഴും ഉപയോഗിക്കാറുള്ളതാണ് അല്ലേ? വരിക എന്നുള്ളതിന് ഇംഗ്ലീഷിൽ ഏതാ വാക്ക്? കം. ഇന്ന് നമുക്ക് കം എന്ന ഈ വാക്ക് വ്യത്യസ്ത ടെൻസുകളിൽ ഉപയോഗിച്ചുകൊണ്ട് ഇതുപോലെ ധാരാളം സെന്റൻസുകൾ പഠിക്കാം. വെൽക്കം ടു ഹന്നാസ് ഇംഗ്ലീഷ്. അവൻ ഇവിടെ വരാറുണ്ടോ? എങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കാം? ഡസ് ഹീ കം ഹിയർ? എങ്ങനെയാണ്? ഡസ് ഹീ കം ഹിയർ? അവൻ ഇവിടെ വരാറുണ്ടോ? ഇവിടെ ഹീ എന്ന സബ്ജക്റ്റ് സിംഗുലർ ആണ്, അതായത് ഏകവചനമാണ്. അതുകൊണ്ടാണ് നമ്മൾ തുടക്കത്തിൽ ഡസ് എന്ന ഓക്സിലറി വേർബ് ഉപയോഗിച്ചത്. ഇനി നമുക്ക് പ്ലൂറൽ സബ്ജക്റ്റ് ഉപയോഗിച്ച് പറഞ്ഞു നോക്കാം. നിന്റെ ഫ്രണ്ട്സ് ഇവിടെ വരാറുണ്ടോ? എങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കാം? ഡു യുവർ ഫ്രണ്ട്സ് കം ഹിയർ? എങ്ങനെ ചോദിക്കാം? ഡു യുവർ ഫ്രണ്ട്സ് കം ഹിയർ? നിന്റെ സുഹൃത്തുക്കൾ ഇവിടെ വരാറുണ്ടോ? അപ്പോൾ ആദ്യത്തെ സെൻറ്റൻസിൽ ഹി എന്ന സബ്ജക്റ്റ് സിംഗുലർ ആണ്, ഒരൊറ്റ ആളല്ലേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഡസ് ഉപയോഗിച്ചത്. രണ്ടാമത്തെ സെൻറ്റൻസിൽ യുവർ ഫ്രണ്ട്സ് എന്നുള്ളത് പ്ലൂറലാണ്, ഒന്നിൽ കൂടുതൽ ആളുകളുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഡു എന്ന ഓക്സിലറി വേർബും ഉപയോഗിച്ചത്. ഇത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലെ ഒരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. ഇനി നമുക്ക് അടുത്ത സെൻറ്റൻസ് നോക്കാം. അവൻ വരുന്നുണ്ട് അല്ലെങ്കിൽ അവൻ വന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയായിരിക്കും ഇംഗ്ലീഷിൽ പറയാം? ഹീ ഈസ് കമ്മിങ്. എങ്ങനെയാണ്? ഹീ ഈസ് കമ്മിങ്. അവൻ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി അവർ വന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ പറയാം? നമുക്ക് സബ്ജക്റ്റ് ഒന്ന് മാറ്റി നോക്കാം. അവർ വന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ പറയാം? ദേ ആർ കമ്മിങ്. എങ്ങനെയാണ്? ദേ ആർ കമ്മിങ്. അവർ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ പറയാം? ഐ ആം കമ്മിങ്. ഐ ആം കമ്മിങ്. ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ സബ്ജക്റ്റ് ഏതാണോ അതിനനുസരിച്ച് ആം, ഈസ്, ആർ എന്നിവയ്ക്ക് മാറ്റം വരും. ഇത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിലെ ഒരു സെൻറ്റൻസ് ആണ്. ഇനി അടുത്ത സെൻറ്റൻസ് നോക്കൂ. അവൾ ഇന്നലെ വന്നിരുന്നോ? എങ്ങനെ ചോദിക്കാം? ഡിഡ് ഷീ കം യെസ്റ്റർഡേ? എങ്ങനെയാണ്? ഡിഡ് ഷീ കം യെസ്റ്റർഡേ? അവൾ ഇന്നലെ വന്നിരുന്നോ? ഇനി നമുക്ക് ഇവിടുത്തെ സബ്ജക്റ്റ് ഒന്ന് മാറ്റി നോക്കാം. നിന്റെ സഹോദരന്മാർ ഇന്നലെ വന്നിരുന്നോ? എങ്ങനെ ചോദിക്കാം? ഡിഡ് യുവർ ബ്രദേഴ്സ് കം യെസ്റ്റർഡേ? എങ്ങനെയാണ്? ഡിഡ് യുവർ ബ്രദേഴ്സ് കം യെസ്റ്റർഡേ? നിന്റെ സഹോദരന്മാർ ഇന്നലെ വന്നിരുന്നോ? അപ്പോൾ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിലും പ്ലൂറൽ ആണെങ്കിലും ഡിഡ് എന്ന ഓക്സിലറി വേർബ് തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. ഇത് സിമ്പിൾ പാസ്റ്റ് ടെൻസിലെ ഒരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. ഇനി നമുക്ക് അടുത്ത സെൻറ്റൻസ് നോക്കാം. അവൻ വന്നിട്ടുണ്ട്. എങ്ങനെ പറയാം? ഹീ ഹാസ് കം. എങ്ങനെയാണ്? ഹീ ഹാസ് കം. അവൻ വന്നിട്ടുണ്ട്. ഇനി എൻ്റെ സഹോദരന്മാർ വന്നിട്ടുണ്ട്. എങ്ങനെ പറയാം? ഒരു പ്ലൂറൽ സബ്ജക്റ്റ് ഉപയോഗിച്ച് പറയാം. എൻ്റെ സഹോദരന്മാർ വന്നിട്ടുണ്ട്. എങ്ങനെയാണ്? മൈ ബ്രദേഴ്സ് ഹാവ് കം. എങ്ങനെ പറയാം? മൈ ബ്രദേഴ്സ് ഹാവ് കം. എൻ്റെ സഹോദരന്മാർ വന്നിട്ടുണ്ട്. അപ്പോൾ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ, അതായത് ഏകവചനമാണെങ്കിൽ ഹാസ് ഉപയോഗിക്കുക. സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ, ബഹുവചനമാണെങ്കിൽ ഹാവ് ഉപയോഗിക്കുക. ഇത് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിലെ ഒരു സെൻറ്റൻസ് ആണ്. ഇനി നമുക്ക് അടുത്ത സെൻറ്റൻസ് നോക്കാം. നീ എപ്പോഴാണ് വന്നത്? എങ്ങനെയായിരിക്കും ചോദിക്കാം? വെൻ ഡിഡ് യു കം? എങ്ങനെയാണ്? വെൻ ഡിഡ് യു കം? നീ എപ്പോഴാണ് വന്നത്? ഇനി നമുക്ക് ഇവിടെ വേറൊരു സബ്ജക്റ്റ് ഉപയോഗിച്ച് നോക്കാം. അവൾ എപ്പോഴാണ് വന്നത്? എങ്ങനെയായിരിക്കും ചോദിക്കാം? വെൻ ഡിഡ് ഷീ കം? എങ്ങനെയാണ്? വെൻ ഡിഡ് ഷീ കം? അവൾ എപ്പോഴാണ് വന്നത്? ഇത് സിമ്പിൾ പാസ്റ്റ് ടെൻസിലെ ഒരു ചോദ്യമാണ്. ഇനി നമുക്ക് അടുത്ത സെൻറ്റൻസ് നോക്കാം. ഞാൻ എല്ലാ ഞായറാഴ്ചയും ഇവിടെ വരാറുണ്ട്. എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയാം? ഐ കം ഹിയർ എവരി സൺഡേ. എങ്ങനെയാണ്? ഐ കം ഹിയർ എവരി സൺഡേ. ഞാൻ എല്ലാ ഞായറാഴ്ചയും ഇവിടെ വരാറുണ്ട്. ഇനി അവൻ എല്ലാ ഞായറാഴ്ചയും ഇവിടെ വരാറുണ്ട്. എങ്ങനെ പറയാം? സബ്ജക്റ്റ് സിംഗുലർ ആക്കി നോക്കാം. എങ്ങനെയാണ് പറയുക? ഹീ കംസ് ഹിയർ എവരി സൺഡേ. എങ്ങനെയാണ്? ഹീ കംസ് ഹിയർ എവരി സൺഡേ. അവൻ എല്ലാ ഞായറാഴ്ചയും ഇവിടെ വരാറുണ്ട്. ഇവിടെ ഹി എന്ന സബ്ജക്റ്റ് സിംഗുലർ ആണ്, ഒരൊറ്റ ആളല്ലേ ഉള്ളൂ. അതുകൊണ്ടാണ് കം എന്ന വേർബിനോട് കൂടെ എസ് ചേർത്തത്. ഇനി നമുക്ക് ഞങ്ങൾ എല്ലാ ഞായറാഴ്ചയും ഇവിടെ വരാറുണ്ട്.
എന്ന് പറഞ്ഞു നോക്കാം. അതെങ്ങനെയാണ്? വി കം ഹിയർ എവരി സൺഡേ. എങ്ങനെ പറയാം? വി കം ഹിയർ എവരി സൺഡേ. ഞങ്ങൾ എല്ലാ ഞായറാഴ്ചയും ഇവിടെ വരാറുണ്ട്. അപ്പോൾ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ, ഏകവചനമാണെങ്കിൽ വേർബിനോട് കൂടെ എസ് ചേർക്കണം. അതായത് കം എന്ന വേർബിനോട് കൂടെ എസ് ചേർത്തപ്പോൾ കംസ് എന്നായിട്ട് മാറി. ഇനി സബ്ജക്റ്റ് പ്ലൂരൽ ആവുമ്പോൾ വേർബിനോട് കൂടെ എസ് ചേർക്കണ്ട. അതുപോലെ തന്നെ സബ്ജക്റ്റ് ഐ ആവുമ്പോഴും വേർബിനോട് കൂടെ എസ് ചേർക്കണ്ട. കം എന്ന വേർബ് മാത്രം ഉപയോഗിച്ചാൽ മതി. ഇത് സിമ്പിൾ പ്രസന്റ് ടെൻസിലെ ഒരു സെന്റൻസ് ആണ്. ഇനി അടുത്ത സെന്റൻസ് നോക്കൂ. നീ ഞങ്ങളുടെ കൂടെ വരുന്നുണ്ടോ? എങ്ങനെയായിരിക്കും ചോദിക്കാം? നീ ഞങ്ങളുടെ കൂടെ വരുന്നുണ്ടോ? ആർ യു കമ്മിങ് വിത്ത് അസ്? എങ്ങനെയാണ്? ആർ യു കമ്മിങ് വിത്ത് അസ്? നീ ഞങ്ങളുടെ കൂടെ വരുന്നുണ്ടോ? ഇനി നമുക്ക് ഇവിടുത്തെ സബ്ജക്റ്റ് ഒന്ന് മാറ്റി നോക്കാം. അവൾ ഞങ്ങളുടെ കൂടെ വരുന്നുണ്ടോ? എങ്ങനെയായിരിക്കും ചോദിക്കാം? ഈസ് ഷീ കമ്മിങ് വിത്ത് അസ്? എങ്ങനെയാണ്? ഈസ് ഷീ കമ്മിങ് വിത്ത് അസ്? അവൾ ഞങ്ങളുടെ കൂടെ വരുന്നുണ്ടോ? അപ്പോൾ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ ഈസ് ഉപയോഗിക്കുക, സബ്ജക്റ്റ് പ്ലൂരൽ ആണെങ്കിൽ ആർ ഉപയോഗിക്കുക. ഇത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിലെ ഒരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. ഇനി അടുത്ത സെൻറ്റൻസ്, നീ എങ്ങനെയാണ് ഇങ്ങോട്ട് വന്നത്? എങ്ങനെ ചോദിക്കാം? ഹൗ ഡിഡ് യു കം ഹിയർ? എങ്ങനെയാണ്? ഹൗ ഡിഡ് യു കം ഹിയർ? നീ എങ്ങനെയാണ് ഇങ്ങോട്ട് വന്നത്? ഇനി ഇവിടുത്തെ സബ്ജക്റ്റ് ഒന്ന് മാറ്റി നോക്കാം. അവൾ എങ്ങനെയാണ് ഇങ്ങോട്ട് വന്നത്? എങ്ങനെ ചോദിക്കാം? ഹൗ ഡിഡ് ഷീ കം ഹിയർ? എങ്ങനെ ചോദിക്കാം? ഹൗ ഡിഡ് ഷീ കം ഹിയർ? അവൾ എങ്ങനെയാണ് ഇങ്ങോട്ട് വന്നത്? ഇത് സിമ്പിൾ പാസ്റ്റ് ടെൻസിലെ ഒരു ചോദ്യമാണ്. ഇനി അടുത്ത സെൻറ്റൻസ്, നീ എന്തുകൊണ്ട് ഇന്നലെ വന്നില്ല? എങ്ങനെ ചോദിക്കാം? വൈ ഡിഡിൻറ്റ് യു കം യെസ്റ്റർഡേ? എങ്ങനെയാണ്? വൈ ഡിഡിൻറ്റ് യു കം യെസ്റ്റർഡേ? നീ എന്തുകൊണ്ട് ഇന്നലെ വന്നില്ല? ഇനി ഇവിടുത്തെ സബ്ജക്റ്റ് ഒന്ന് മാറ്റി നോക്കാം. അവർ എന്തുകൊണ്ട് ഇന്നലെ വന്നില്ല? എങ്ങനെ ചോദിക്കാം? വൈ ഡിഡിൻറ്റ് ദേ കം യെസ്റ്റർഡേ? എങ്ങനെയാണ്? വൈ ഡിഡിൻറ്റ് ദേ കം യെസ്റ്റർഡേ? അവർ എന്തുകൊണ്ട് ഇന്നലെ വന്നില്ല? ഇത് സിമ്പിൾ പാസ്റ്റ് ടെൻസിലെ ഒരു ചോദ്യമാണ്. ഇനി അടുത്ത സെൻറ്റൻസ് നോക്കൂ. നീ എൻ്റെ കൂടെ വരണം. എങ്ങനെ പറയാം? യു ഷുഡ് കം വിത്ത് മീ. എങ്ങനെയാണ്? യു ഷുഡ് കം വിത്ത് മീ. നീ എൻ്റെ കൂടെ വരണം. ഇനി ഇവിടുത്തെ സബ്ജക്റ്റ് ഒന്ന് മാറ്റി നോക്കാം. അവൻ എൻ്റെ കൂടെ വരണം. എങ്ങനെ പറയാം? ഹീ ഷുഡ് കം വിത്ത് മീ. എങ്ങനെ പറയാം? ഹീ ഷുഡ് കം വിത്ത് മീ. അവൻ എൻ്റെ കൂടെ വരണം. ഇനി അടുത്ത സെൻറ്റൻസ്, നീ എൻ്റെ കൂടെ വരുമോ? എങ്ങനെ ചോദിക്കാം? വിൽ യു കം വിത്ത് മീ. എങ്ങനെയാണ്? വിൽ യു കം വിത്ത് മീ. നീ എൻ്റെ കൂടെ വരുമോ? അവൾ എൻ്റെ കൂടെ വരുമോ? എങ്ങനെ പറയാം? ഇവിടുത്തെ സബ്ജക്റ്റ് ഒന്ന് മാറ്റി നോക്കാം. അവൾ എൻ്റെ കൂടെ വരുമോ? വിൽ ഷീ കം വിത്ത് മീ. വിൽ ഷീ കം വിത്ത് മീ. അവൾ എൻ്റെ കൂടെ വരുമോ? ഇത് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിലെ ഒരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. ഇനി നമുക്ക് അടുത്ത സെൻറ്റൻസ് നോക്കാം. എൻ്റെ അച്ഛൻ വെള്ളിയാഴ്ച ബാംഗ്ലൂരിൽ നിന്നും വരും. എങ്ങനെ പറയാം? മൈ ഫാദർ വിൽ കം ഫ്രം ബാംഗ്ലൂർ ഓൺ ഫ്രൈഡേ. എങ്ങനെ പറയാം? മൈ ഫാദർ വിൽ കം ഫ്രം ബാംഗ്ലൂർ ഓൺ ഫ്രൈഡേ. എൻ്റെ അച്ഛൻ വെള്ളിയാഴ്ച ബാംഗ്ലൂരിൽ നിന്നും വരും. ഇനി ഇവിടുത്തെ സബ്ജക്റ്റ് ഒന്ന് മാറ്റി നോക്കാം. അവർ വെള്ളിയാഴ്ച ബാംഗ്ലൂരിൽ നിന്നും വരും. എങ്ങനെയാണ് പറയുക? ദേ വിൽ കം ഫ്രം ബാംഗ്ലൂർ ഓൺ ഫ്രൈഡേ. എങ്ങനെ പറയാം? ദേ വിൽ കം ഫ്രം ബാംഗ്ലൂർ ഓൺ ഫ്രൈഡേ. അവർ വെള്ളിയാഴ്ച ബാംഗ്ലൂരിൽ നിന്നും വരും. ഇനി അടുത്ത സെൻറ്റൻസ്, എനിക്ക് നിൻ്റെ കൂടെ വരാൻ കഴിയില്ല. എങ്ങനെ പറയാം? ഐ കാൺട്ട് കം വിത്ത് യു. എങ്ങനെയാണ്? ഐ കാൺട്ട് കം വിത്ത് യു. എനിക്ക് നിൻ്റെ കൂടെ വരാൻ കഴിയില്ല. ഇനി നമുക്ക് ഇവിടുത്തെ സബ്ജക്റ്റ് ഒന്ന് മാറ്റി നോക്കാം. അവന് നിൻ്റെ കൂടെ വരാൻ കഴിയില്ല. എങ്ങനെ പറയാം? ഹീ കാൺട്ട് കം വിത്ത് യു. എങ്ങനെ പറയാം? ഹീ കാൺട്ട് കം വിത്ത് യു. അവന് നിൻ്റെ കൂടെ വരാൻ കഴിയില്ല. കാണ്ട് എന്നത് കനോട്ടിൻ്റെ ചുരുക്കരൂപമാണ്. അതായത് ഹീ കനോട്ട് കം വിത്ത് യു എന്നും പറയാം. ഇനി അടുത്ത സെൻറ്റൻസ്, അവൻ ഇന്ന് വരില്ല. എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ഹീ വിൽ നോട്ട് കം ടുഡേ. എങ്ങനെ പറയാം? ഹീ വിൽ നോട്ട് കം ടുഡേ. അവൻ ഇന്ന് വരില്ല. വിൽ നോട്ടിൻ്റെ ചുരുക്കരൂപമാണ് വോണ്ട്. അതായത് ഹീ വോണ്ട് കം ടുഡേ എന്നും പറയാം. ഇനി നമുക്ക് ഇവിടുത്തെ സബ്ജക്റ്റ് ഒന്ന് മാറ്റി നോക്കാം. എൻ്റെ സുഹൃത്തുക്കൾ ഇന്ന് വരില്ല. എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? മൈ ഫ്രണ്ട്സ് വിൽ നോട്ട് കം ടുഡേ. എങ്ങനെയാണ്?
മൈ ഫ്രണ്ട്സ് വിൽ നോട്ട് കം ടുഡേ, എൻ്റെ സുഹൃത്തുക്കൾ ഇന്ന് വരില്ല. മൈ ഫ്രണ്ട്സ് വോണ്ട് കം ടുഡേ എന്നും പറയാം, എൻ്റെ സുഹൃത്തുക്കൾ ഇന്ന് വരില്ല. ഇത് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിലെ ഒരു നെഗറ്റീവ് സെൻറ്റൻസ് ആണ്. ഇനി അടുത്ത സെൻറ്റൻസ് നോക്കൂ. എനിക്ക് നിങ്ങളുടെ കൂടെ വരണം. എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ഐ വാണ്ട് ടു കം വിത്ത് യു. എങ്ങനെ പറയാം? ഐ വാണ്ട് ടു കം വിത്ത് യു. എനിക്ക് നിങ്ങളുടെ കൂടെ വരണം. ഇനി നമുക്ക് ഇവിടുത്തെ സബ്ജക്റ്റ് ഒന്ന് മാറ്റി നോക്കാം. അവൾക്ക് നിങ്ങളുടെ കൂടെ വരണം. എങ്ങനെ പറയാം? ഷീ വാണ്ട്സ് ടു കം വിത്ത് യു. എങ്ങനെയാണ്? ഷീ വാണ്ട്സ് ടു കം വിത്ത് യു. അവൾക്ക് നിങ്ങളുടെ കൂടെ വരണം. ഇവിടെ ഷീ എന്ന സബ്ജക്റ്റ് സിംഗുലർ ആണ്. അതുകൊണ്ടാണ് വേർബിൻ്റെ കൂടെ, വാണ്ട് എന്ന വേർബിൻ്റെ കൂടെ എസ് ചേർത്ത് വാണ്ട്സ് എന്നാക്കിയത്. ഇനി സബ്ജക്റ്റ് പ്ലൂരൽ ആണെങ്കിലോ വേർബിൻ്റെ കൂടെ എസ് ചേർക്കണ്ട, വേർബ് അതുപോലെ ഉപയോഗിച്ചാൽ മതി, വാണ്ട് എന്ന് മാത്രം ഉപയോഗിച്ചാൽ മതി. ഇത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലെ ഒരു സെൻറ്റൻസ് ആണ്. ഇനി അടുത്ത സെൻറ്റൻസ് നോക്കാം. അവൻ ഇന്ന് രാവിലെയാണ് വന്നത്, അല്ലെങ്കിൽ അവൻ ഇന്ന് രാവിലെ വന്നു. എങ്ങനെ പറയാം? ഹീ കെയിം ദിസ് മോർണിംഗ്. എങ്ങനെ പറയാം? ഹീ കെയിം ദിസ് മോർണിംഗ്. അവൻ ഇന്ന് രാവിലെ വന്നു. ഇനി ഇവിടുത്തെ സബ്ജക്റ്റ് ഒന്ന് മാറ്റി നോക്കാം. എൻ്റെ സഹോദരന്മാർ ഇന്ന് രാവിലെയാണ് വന്നത്, അല്ലെങ്കിൽ എൻ്റെ സഹോദരന്മാർ ഇന്ന് രാവിലെ വന്നു. എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? മൈ ബ്രദേഴ്സ് കെയിം ദിസ് മോർണിംഗ്. എങ്ങനെയാണ്? മൈ ബ്രദേഴ്സ് കെയിം ദിസ് മോർണിംഗ്. ദിസ് മോർണിംഗ് എന്ന് പറഞ്ഞാൽ ഇന്ന് രാവിലെ. എൻ്റെ സഹോദരന്മാർ ഇന്ന് രാവിലെ വന്നു. ഇത് സിമ്പിൾ പാസ്റ്റ് ടെൻസിലെ ഒരു സെൻറ്റൻസ് ആണ്. ഇനി അടുത്ത സെൻറ്റൻസ് നോക്കൂ. അവൾ വന്നിട്ടുണ്ടോ? എങ്ങനെ ചോദിക്കാം? ഹാസ് ഷീ കം. എങ്ങനെയാണ്? ഹാസ് ഷീ കം. അവൾ വന്നിട്ടുണ്ടോ? ഇനി ഇവിടുത്തെ സബ്ജക്റ്റ് ഒന്ന് മാറ്റി നോക്കാം. നിന്റെ സഹോദരന്മാർ വന്നിട്ടുണ്ടോ? എങ്ങനെ ചോദിക്കാം? ഹാവ് യുവർ ബ്രദേഴ്സ് കം. എങ്ങനെയാണ്? ഹാവ് യുവർ ബ്രദേഴ്സ് കം. നിന്റെ സഹോദരന്മാർ വന്നിട്ടുണ്ടോ? അപ്പോൾ ആദ്യത്തെ സെൻറ്റൻസിലെ ഷീ എന്ന സബ്ജക്റ്റ് സിംഗുലർ ആണ്, അതുകൊണ്ട് ഹാസ് ഉപയോഗിച്ചു. രണ്ടാമത്തെ സെൻറ്റൻസിലെ യുവർ ബ്രദേഴ്സ്, നിന്റെ സഹോദരന്മാർ എന്നുള്ളത് പ്ലൂരൽ ആണ്, അതുകൊണ്ട് ഹാവും ഉപയോഗിച്ചു. ഇത് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിലെ ഒരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. ഇനി അടുത്ത സെൻറ്റൻസ് നോക്കാം. ഞങ്ങൾ നിന്റെ കൂടെ വരുന്നില്ല. എങ്ങനെ പറയാം? വി ആർ നോട്ട് കമ്മിങ് വിത്ത് യു. എങ്ങനെ പറയാം? വി ആർ നോട്ട് കമ്മിങ് വിത്ത് യു. ഞങ്ങൾ നിന്റെ കൂടെ വരുന്നില്ല. ഇനി നമുക്ക് ഇവിടുത്തെ സബ്ജക്റ്റ് ഒന്ന് മാറ്റി നോക്കാം. ഞാൻ നിന്റെ കൂടെ വരുന്നില്ല. എങ്ങനെ പറയാം? ഐ ആം നോട്ട് കമ്മിങ് വിത്ത് യു. എങ്ങനെ പറയാം? ഐ ആം നോട്ട് കമ്മിങ് വിത്ത് യു. ഞാൻ നിന്റെ കൂടെ വരുന്നില്ല. ഇനി സബ്ജക്റ്റ് ഷീ ആക്കി നോക്കാം. അവൾ നിന്റെ കൂടെ വരുന്നില്ല. എങ്ങനെ പറയാം? ഷീ ഈസ് നോട്ട് കമ്മിങ് വിത്ത് യു. എങ്ങനെ പറയാം? ഷീ ഈസ് നോട്ട് കമ്മിങ് വിത്ത് യു. അവൾ നിന്റെ കൂടെ വരുന്നില്ല. അപ്പോൾ ഇവിടെ സബ്ജക്റ്റ് ഏതാണോ അതിനനുസരിച്ച് ആം, ഈസ്, ആർ ഉപയോഗിക്കാം. ഇത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിലെ ഒരു നെഗറ്റീവ് സെൻറ്റൻസ് ആണ്. ഇനി അടുത്ത സെൻറ്റൻസ്. അവർ ഇങ്ങോട്ട് വന്നിട്ടില്ല. എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ദേ ഹാവിൻറ്റ് കം ഹിയർ. എങ്ങനെ പറയാം? ദേ ഹാവിൻറ്റ് കം ഹിയർ. അവർ ഇങ്ങോട്ട് വന്നിട്ടില്ല. ഇനി നമുക്ക് ഇവിടുത്തെ സബ്ജക്റ്റ് ഒന്ന് മാറ്റി നോക്കാം. രാഹുൽ ഇങ്ങോട്ട് വന്നിട്ടില്ല. എങ്ങനെ പറയാം? രാഹുൽ ഹാസിൻറ്റ് കം ഹിയർ. എങ്ങനെ പറയാം? രാഹുൽ ഹാസിൻറ്റ് കം ഹിയർ. രാഹുൽ ഇങ്ങോട്ട് വന്നിട്ടില്ല. ആദ്യത്തെ സെൻറ്റൻസിലെ ദേ എന്ന സബ്ജക്റ്റ് പ്ലൂരൽ ആണ്, അതുകൊണ്ടാണ് ഹാവിൻ്റെ എന്ന് ഉപയോഗിച്ചത്. രണ്ടാമത്തെ സെൻറ്റൻസിൽ രാഹുൽ എന്ന സബ്ജക്റ്റ് സിംഗുലർ ആണ്, അതുകൊണ്ട് ഹാസിൻ്റെ എന്നും ഉപയോഗിച്ചു. ഇത് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിലെ ഒരു നെഗറ്റീവ് സെൻറ്റൻസ് ആണ്. ഈ സെൻറ്റൻസുകളെല്ലാം നന്നായി പഠിക്കുക, കാരണം ഇത് നമുക്ക് എപ്പോഴും ഉപയോഗിക്കാൻ പറ്റുന്ന സെൻറ്റൻസുകളാണ്. ഇവ നന്നായി പഠിച്ച് സന്ദർഭം അനുസരിച്ച് നിങ്ങളുടെ സംഭാഷണത്തിലും ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഇതിനു മുമ്പും ഇതുപോലെയുള്ള വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഒരു വേർബ് വ്യത്യസ്ത ടെൻസുകളിൽ ഉപയോഗിക്കുന്ന വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. എ വേർബ് ഇൻ ഡിഫറെൻറ്റ് ടെൻസസ് എന്ന പേരിൽ ഒരു പ്ലേ ലിസ്റ്റ് നമ്മുടെ ചാനലിലുണ്ട്. ആ പ്ലേ ലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ അതുപോലെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് കാണാം. പുതിയൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.